ഹലോ, അപ്പോൾ ഞാനിന്ന് പുതിയൊരു കണ്ടീഷനായിട്ടാണ് വന്നിരിക്കുന്നത്, പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് എ സർക്കുലേഷൻ ഡിസോർഡർ ദാറ്റ് കോസസ് നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽസ് ടു പാർട്സ് ഓഫ് ദ ബോഡി അതർ ദാൻ ബ്രെയിൻ ആൻഡ് ഹാർട്ട്. അതായത് നമുക്ക് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുമ്പോൾ വരുന്ന ഒരു ഡിസോർഡറാണ് ഈ പെരിഫറൽ വാസ്കുലാർ ഡിസീസ്. നമ്മുടെ ബ്രെയിനും ഹാർട്ടും ഒഴിച്ച് ബാക്കി എല്ലാ ബോഡി പാർട്സിലോട്ടും പോകുന്ന ബ്ലഡ് വെസൽസിന് നാരോയിങ് സംഭവിക്കുക, അതായത് ആ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്ന ഒരു സാഹചര്യം വരിക, അല്ല ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി അത് കാണപ്പെടുന്നത് ലങ്സിലാണ്. മോസ്റ്റ്ലി ദി ആർ സീൻ ഇൻ ലങ്സ്. പക്ഷെ ചില സമയം നമ്മുടെ ആംസിലും കാണാം, നമ്മുടെ കൈകളിലും അത് കാണാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹാർഡനിങ് ഓഫ് ആർട്ടറീസ് ഓഫ് ലെഗ്. നമ്മുടെ ലെഗിനകത്തുള്ള ആർട്ടറീസ് എന്താവും, ഹാർഡൻ ആവും. ആ ഒരു കണ്ടീഷനെ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇറ്റിയോളജി ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം, അതായത് ഇതിൻ്റെ കോസസ്, കാരണങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ അതെറോസ്ക്ലെറോസിസ്, ഹൈപ്പർ ടെൻഷൻ, അതിനാണ് HTN ഇട്ടിരിക്കുന്നത്. റെയ്നോൾഡ്സ് ഡിസീസ്, സിഗരറ്റ് സ്മോക്കിംഗ്, DM, ഓവർ വെയ്റ്റ്, ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ലെഗ്സ്, ഫാമിലി ഹിസ്റ്ററി ഓഫ് HTN, ദാറ്റ് ഇസ് ഹൈപ്പർ ടെൻഷൻ, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, പ്രഗ്നൻസി. അതായത് അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടറീസ് ഹാർഡ് ആവുക അല്ലെങ്കിൽ കട്ടിയാവുക എന്നൊരു കണ്ടീഷനാണ്. അത് വേറൊരു കണ്ടീഷനായിട്ട് തന്നെ പഠിപ്പിക്കാം. പിന്നെ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ നീര് വരിക, അതേപോലെ ഷുഗർ ഉള്ളവർക്ക്, ഡയബറ്റീസ് മെൽറ്റസ് ഉള്ളവർക്ക് വരും. പിന്നെ ഒത്തിരി വെയിറ്റ്, ഓവർ വെയിറ്റ്, പിന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ, പിന്നെ നമുക്ക് ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്തവർക്ക്, പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് ഒക്കെ ഈ ഒരു പെരിഫറൽ വാസ്കുലർ ഡിസീസ് വരാനുള്ള കാരണമാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാഷേ.